ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ കോച്ചൂർ കിഴക്ക് അമ്പലത്തിൽ ഫുഡ് കഴിക്കാനായിട്ട് വന്നോ. ആനന്ദ ഗോവിന്ദ മാധവ സത്യനിടാമോക്ഷം കൃഷ്ണ ഹരേ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ വീട്ടിലേക്ക് പോകാൻ ഇറങ്ങി. അടിപൊളി ഫുഡാണ് ഇവിടുത്തെ. ഞാൻ ഇതിന് മുമ്പ് കഞ്ഞി വന്ന് കുടിച്ചിട്ടുണ്ട്, അത് അടിപൊളിയായിരുന്നു. ആദ്യമായിട്ടാണ് ഇവിടെ കല്യാണം കഴിഞ്ഞ് വന്നിട്ട് സദ്യ കഴിക്കാൻ വരുന്നത്. സൂപ്പറായിരുന്നു. ഇവിടെ ദശാവതാര ചാർത്ത് നടക്കുക. അപ്പം അതിൻ്റെ അന്നദാനമുണ്ട് എല്ലാ ദിവസവും. 10 ദിവസമുണ്ട്. 10 ദിവസവും അന്നദാനമുണ്ട്. അടിപൊളിയായിരുന്നു. പ്ലസ് നമുക്ക് പറയേണ്ട അമ്പലത്തിൻ്റെ ചുറ്റുമുള്ള വ്യൂ അടിപൊളിയാണ്. നാളെ നിക്കും ഏട്ടനൊക്കെ ആയിട്ട് വരണം. ഇന്ന് നല്ല മഴയാണ്. നിക്കുക്കുട്ടിനെ കൊണ്ട് വരാൻ പറ്റില്ല. നാളെ നിക്കുമായിട്ട് വരണം ഫുഡ് കഴിക്കാൻ. അപ്പോൾ നമ്മൾ അടുത്ത ദിവസം രാവിലെ എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ, നാളായിരുന്നു. അപ്പം നമ്മൾ രാവിലെ പോയിട്ട് അമ്പലത്തിൽ വന്നു, വഴിപാടൊക്കെ കഴിച്ചു, ദേവി നല്ലപോലെ തൊഴുതു, പ്രസാദമൊക്കെ മേടിച്ച് ഇട്ടിട്ട് ഒരു ഫോട്ടോ ഒക്കെ അവിടുത്തെ ഒരു മ്യൂറൽ പെയിൻറ്റിങ്ങിൻ്റെ അവിടെ ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ നേരെ പടിഞ്ഞാറ് അമ്പലത്തിൽ പോയി. ശിവൻ്റെ അമ്പലമാണിത്. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ കിഴക്കേ അമ്പലത്തിൽ പോയി. അവിടെയാണ് നമ്മൾ ആദ്യത്തെ ഇതിലിട്ടേക്കുന്ന സപ്താഹം ഉണ്ണാനായിട്ട് വന്നത്. രാവിലെ അവിടെ നിന്ന് എനിക്ക് ഉപ്പുമാവ് കിട്ടി, അത് കഴിച്ചു. അപ്പോഴത്തേക്ക് ഉച്ചയായപ്പോൾ ഏട്ടൻ വന്നു. പിന്നെ ഏട്ടൻ്റെ കൂടെ നല്ല മഴയായിരുന്നു കേട്ടോ. ഞങ്ങൾ സപ്താഹം ഉണ്ണാനായിട്ട് പോയി. അപ്പം ബർത്ത്ഡേ ആയിട്ട് അമ്പലത്തിൽ നിന്നായിരുന്നു സദ്യ. അങ്ങനെ ഞങ്ങൾ ഉണ്ണാൻ പോയി. അമ്മമ്മയ്ക്ക് ചോറെടുക്കാൻ വേണ്ടി ഞങ്ങൾ പാത്രമൊക്കെ ആയിട്ടാട്ടോ പോയത്. നിക്കുക്കുട്ടനെ കൊണ്ടുപോയില്ല, കാര്യം എന്ന് വെച്ചാൽ നല്ല മഴയുണ്ടായിരുന്നു. അതുകൊണ്ട് കണ്ട വെള്ളമൊക്കെ പോകുന്നുണ്ടോ, നല്ല മഴയായിരുന്നു. അത്യാവശ്യം നല്ല തിരക്കും ഉണ്ടായിരുന്നു. മഴയാണെങ്കിലും അമ്പലത്തിൽ പോകുന്ന വഴിക്കൊക്കെ അത്യാവശ്യം നിറച്ച ആൾക്കാരൊക്കെ പോകുന്നുണ്ടായിരുന്നു. വണ്ടിയൊന്നും ഇടാൻ സ്ഥലമില്ല. പിന്നെ ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടിട്ട് ഞങ്ങൾ കഴിക്കാൻ പോവാണ് ചോറ്. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഇനി വീഡിയോയിലേക്ക് വരുമ്പോഴത്തേക്കും കാണാം. കണ്ടോ, നല്ല ക്യൂ ആയിരുന്നു. പിന്നെ ക്യൂ ഒക്കെ നിന്ന്, മഴയത്ത് ക്യൂ ഒക്കെ നിന്ന് കഴിക്കാനൊരു വൈബാണ്. ഞങ്ങൾ അമ്മമ്മയ്ക്ക് പിന്നെ കഴിച്ച് പാഴ്സലൊക്കെ ആയിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. പിന്നെ ഞങ്ങൾ നിക്കുക്കുട്ടൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടി ഷോപ്പിങ്ങിനായിട്ട് ഇറങ്ങി. ഷോപ്പിങ്ങിനെന്ന് വെച്ചാൽ വേറെ എവിടെയില്ല, ഏട്ടൻ്റെ ക്യാൻറ്റീൻ വരെ പോകണം. അടൂർ പോലീസ് ക്യാൻറ്റീനിലാണ് കേട്ടോ പോകുന്നത്. ഏട്ടൻ്റെ ഫ്രണ്ടും ഫാമിലിയൊക്കെ ഉണ്ടായിരുന്നു കൂടെ. അങ്ങനെ ഞങ്ങൾ പോലീസ് ക്യാൻറ്റീനിലേക്ക് പോയി സാധനമൊക്കെ മേടിച്ച് ഇനി അങ്ങോട്ട് ക്യാൻറ്റീൻ്റെ വിഷ്വൽസാണ് കേട്ടോ. ഇതാണ് ക്യാൻറ്റീനിൽ പോകുന്ന വഴി, അതിനകത്ത് എൻട്രൻസ്. അത് കഴിയുമ്പോഴത്തേക്കും ഏട്ടനൊക്കെ ചോര നീരാക്കിയ പരേഡ് ഗ്രൗണ്ട് അവിടെ കണ്ടപ്പോഴും പിള്ളേർ പരേഡ് ചെയ്യുക. അപ്പം ഞങ്ങളിങ്ങനെ കഥ പറയുമായിരുന്നു ഏട്ടൻ്റെയൊക്കെ സമയത്തെ പരേഡും കാര്യങ്ങളൊക്കെ. അങ്ങനെ ഇത് ക്യാൻറ്റീനിലേക്ക് നമ്മൾ കയറി. പിന്നെ ആവശ്യമുള്ള സാധനമൊക്കെ എടുത്തു. ക്യാൻറ്റീനിലെ വിഷ്വൽസൊക്കെ കാണിച്ചു തരാം കേട്ടോ. അകത്തോട്ട് കയറിയിട്ട് ഇത് ലൈറ്റ് അതൊക്കെ ഇരിക്കുന്ന സെക്ഷൻ. ഈ 3 ഫ്ലോറായിട്ടാണ് ക്യാൻറ്റീൻ. പിന്നെ നിക്കുക്കുട്ടനെ കുറച്ച് നേരം ട്രോളിയിലൊക്കെ എടുത്ത് ഉരുട്ടി സാധനം എടുക്കുന്ന സമയം കൊണ്ട്. പിന്നെ ഞങ്ങൾ കുറച്ച് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ, ബർത്ത്ഡേ ആണല്ലോ, ഇത് ഇലക്ട്രോണിക്സിൻ്റെ ഒക്കെ സ്ഥലം. പിന്നെ ഞങ്ങൾ സാധനമൊക്കെ എടുത്തു വെച്ചു, ബില്ല് ചെയ്തു. ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വന്നു. വീട്ടിലേക്ക് വരുന്നവരെ നല്ല മഴയാണല്ലോ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ചായയും കടിയും കഴിക്കാമെന്നും പറഞ്ഞിട്ട് ഞങ്ങൾ പുത്തുമുക്ക് എത്തുന്നതിന് മുമ്പിട്ട് ജയഷഫ് എന്ന് പറഞ്ഞിട്ടൊരു ഹോട്ടലുണ്ട്, അതിൻ്റെ സൈഡിൽ ചായക്കടയുണ്ട്. അങ്ങനെ ചായയൊക്കെ കുടിച്ച് ഞങ്ങളെല്ലാവരും വീട്ടിൽ വന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. ടാറ്റ.